നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. ഇടുക്കിയിലുണ്ടായിരിക്കുന്ന ഒരു അപകടം, ഒരു വീട് കത്തി നശിച്ച് 4 പേർ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഒരു അമ്മ, 2 മക്കൾ, അതുപോലെ തന്നെ ഒരു മുത്തശ്ശി, ഇവരാണ് മരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും എന്താണ് സംഭവിച്ചതെന്നത് ഏറെ ആശങ്കാപരം. ചുറ്റുപാടുകളൊന്നും വീടുകളില്ല. ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. എന്തായാലും ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. വാർത്തയിലേക്ക്. ശനിയാഴ്ച വൈകുന്നേരം വീടിന് സമീപത്തെത്തിയ പ്രദേശവാസിയാണ് ഓടുമേഞ്ഞ വീടിൻ്റെ മേൽക്കൂര അടക്കം കത്തി നശിച്ച നിലയിൽ കണ്ടത്. കത്തി നശിച്ച വീടിന് സമീപം മറ്റ് വീടുകളൊന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു അപകടം സംഭവിക്കുമ്പോൾ പരിസരവാസികളില്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു അപകടത്തിൻ്റെ ആഘാതം കൂടിയെന്ന് വേണം പറയാൻ. കൊമ്പടിഞ്ഞാലിൽ വീടിന് തീപിടിച്ചത് വൈദ്യുതി ഷോർട്ട് സർക്യൂട്ട് മൂലമെന്നാണ് പ്രാഥമിക നിഗമനം. ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയിൽ ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് തീ പടർന്നതായുള്ള സൂചനകൾ കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് മറ്റ് 3 പേരുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ കൂടി കണ്ടെത്തുകയും ചെയ്തു. പോലീസും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. രാവിലെയായിരുന്നു വീട്ടിൽ പോലീസും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തിയത്. അഭിനവിന്റെ മൃതദേഹം നാട്ടുകാർ ഇന്നലെ രാത്രി തന്നെ കണ്ടെത്തിയിരുന്നു. മൃതദേഹങ്ങൾ കൂടുതൽ പരിശോധനകൾക്കായി അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്നലെ വൈകിട്ട് 6:30യോടാണ് വിവരം നാട്ടുകാർ അറിയുന്നത്. വെള്ളിയാഴ്ച രാത്രിയോടെയാണ് വീട്ടിൽ തീപിടുത്തം ഉണ്ടായത് എന്നാണ് നിഗമനം. അത് അറിയുന്നത് പിറ്റേ ദിവസം ശനിയാഴ്ചയാണ്. എന്തായാലും അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പ്രാഥമിക നിഗമനം. അത് തന്നെയാണോ അപകടത്തിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അതേസമയം ഇപ്പോൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പ്രാഥമിക നിഗമനം ഷോർട്ട് സർക്യൂട്ട് ആണ് ഇത്തരത്തിൽ തീപിടുത്തത്തിലേക്ക് നയിച്ചതെന്നാണ്. ഒട്ടുമിക്ക തീപിടുത്തങ്ങളും പ്രാഥമികമായ അന്വേഷണം മിക്കവാറും വിരൽ ചൂണ്ടുന്നതും ഷോർട്ട് സർക്യൂട്ടിലേക്ക് തന്നെയാവും. ഏതൊരു തീപിടുത്തത്തിലെയും സ്ഥിരം പ്രതി അല്ലെങ്കിൽ ഒരു പ്രാഥമിക നിഗമനത്തിൽ എത്തുന്നത് ഷോർട്ട് സർക്യൂട്ട് കൊണ്ടായിരിക്കാമെന്നാണ്. ഈ തീപിടുത്തത്തിൽ തെളിവുകളടക്കം കത്തി നശിക്കും എന്നതുകൊണ്ട് തന്നെ അത് തീപിടുത്തം എന്തുകൊണ്ടുണ്ടായി എന്ന കാരണത്തിലേക്ക് എത്താൻ പലപ്പോഴും വൈകിയെന്ന് വരും. എല്ലാവരും പ്രാഥമികമായിട്ടൊരു ഷോർട്ട് സർക്യൂട്ട് എന്ന നിഗമനത്തിലായിരിക്കും എത്തിച്ചേരുക. എന്താണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് നമുക്ക് നോക്കാം. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ സാധാരണഗതിയിൽ 3 വയറുകളുണ്ട്. ഒരു ഫേസ്, ഒരു ന്യൂട്രൽ, പിന്നെ ഒരു എർത്തും. കറണ്ട് കടന്നു പോകുന്ന ഫേസ് വയറിലെ കമ്പി എന്തെങ്കിലും കാരണവശാൽ ന്യൂട്രൽ വയറിലെ കമ്പിയുമായി സമ്പർക്കത്തിൽ വരുന്നതാണ് ഷോർട്ട് സർക്യൂട്ട് എന്നറിയപ്പെടുന്നത്. അത് സാധാരണ ഈ വയറുകളിലൂടെ പ്രവഹിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി കറണ്ട് പ്രവഹിക്കാൻ കാരണമാകും. ഇങ്ങനെ അമിതമായി പ്രവഹിക്കുന്ന കറണ്ടിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ നിങ്ങളുടെ കെട്ടിടത്തിലെ വയറിംഗിൽ ഇല്ലെങ്കിൽ അത് വയർ ഉരുകിപ്പോകാനും അതിന് പരിസരത്തുള്ള തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളെ തീ പിടിക്കാനും കാരണമാകും. ഇതാണ് ഷോർട്ട് സർക്യൂട്ട്. എന്നാൽ ഒരു കെട്ടിടത്തിൻ്റെ വയറിംഗ് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഷോർട്ട് സർക്യൂട്ട് എന്ന സാധ്യതയെ തടയാനുള്ള നിരവധി മാർഗങ്ങൾ ആ സർക്യൂട്ടിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഫ്യൂസ് വയർ എന്നറിയപ്പെടുന്നത്. വയറിംഗ് പാനലിൽ മീറ്ററിനോട് ചേർന്ന് തന്നെ ഇതിനെ കാണാവുന്നതാണ്. കെട്ടിടത്തിൻ്റെയും വയറിങ്ങിൻ്റെയും സുരക്ഷയ്ക്കായിട്ടാണ് ഫ്യൂസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ പലരും ഇടയ്ക്കിടയ്ക്ക് ഫ്യൂസ് പോവുക എന്ന അസൗകര്യം മറികടക്കാനായി ഒരു നിശ്ചിത കറണ്ടിന് മേൽ വന്നാൽ ഉരുകിപ്പോകുന്ന ഈ ഫ്യൂസ് വയറിന് പകരം നല്ല കട്ടിയുള്ള കമ്പി കൊണ്ട് കെട്ടിയാണ് പലപ്പോഴും വയ്ക്കാറുള്ളത്. എന്നാൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നതിലൂടെ അവർ വഴിമരുന്നിടുന്നത് ഒരു ഭാവി തീപിടുത്തത്തിനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് പലപ്പോഴും തിരിച്ചറിയുന്നില്ല. സർക്യൂട്ടിൽ കൂടിയ അളവിൽ കറണ്ട് വന്നാൽ ഫ്യൂസ് ഉരുകില്ല, പകരം അകത്തെ വയറിംഗ് കത്തിപ്പോവും, അല്ലെങ്കിൽ വീടിന് തീ പിടിക്കുക പോലും ചെയ്യും. അങ്ങനത്തെ സാഹചര്യത്തിലേക്ക് നയിക്കപ്പെടും. ഇത് പഴയ കെട്ടിടങ്ങളുടെ കാര്യം. പുതിയ കെട്ടിടങ്ങളിലെ വയറിങ്ങിൽ ഫ്യൂസ് പോലും പുതിയ ഡിസൈനാണ്. അങ്ങനെ കമ്പി കൊണ്ട് കെട്ടാനൊന്നും പറ്റാത്തൊരു ഡിസൈനാണത്. അതിനു പുറമെ വേറെയും ചില സുരക്ഷാ മാനദണ്ഡങ്ങളുണ്ട്. MCB, അതായത് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ഈ സംവിധാനത്തിൽ ഒരു കറണ്ട് സെറ്റ് ചെയ്ത ലിമിറ്റിലും കൂടിയാൽ സർക്യൂട്ട് താനെ ട്രിപ്പാവും, താൽക്കാലികമായി മുറിയും. പിന്നീട് ഈ MCB രണ്ടാമതും ഓൺ ചെയ്താൽ മാത്രമേ കറണ്ട് പുനഃസ്ഥാപിക്കപ്പെടൂ. ELCB അഥവാ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. ഇത് സർക്യൂട്ടിൽ നിന്നും എർത്തിലേക്കുള്ള വളരെ കുറഞ്ഞ കറണ്ട് ലീക്കേജ് പോലും കണ്ടെത്തി തത്സമയം സർക്യൂട്ട് ബ്രേക്ക് ചെയ്യും. ഈ സംവിധാനം നിങ്ങളുടെ വയറിങ്ങിൽ ഉണ്ടെങ്കിൽ ആർക്കിംഗ് അല്ലെങ്കിൽ സ്പാർക്കിങ്ങിലൂടെ വയറിങ്ങിന് ചുറ്റുമുള്ള വസ്തുക്കളിൽ തീ പടരുന്നത് ഒഴിവാക്കാൻ സാധിക്കും. പകരം ELCB ട്രിപ്പായി കെട്ടിടത്തിലേക്കുള്ള വൈദ്യുത പ്രവാഹം മുടങ്ങാനുള്ള സാധ്യതയുമുണ്ട്. ഈ 2 സുരക്ഷാ സംവിധാനങ്ങളും പല കെട്ടിടങ്ങളിലും പണം ലാഭിക്കാനായി സ്ഥാപിക്കാറില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അഥവാ ഉണ്ടെങ്കിൽ തന്നെ വില കുറഞ്ഞ നിലവാരമില്ലാത്ത MCB, ELCB, വയറിംഗ് കേബിൾ തുടങ്ങിയവയാവും ഉപയോഗിക്കുന്നത്. വില കുറഞ്ഞ വയറിംഗ് ഉപയോഗിച്ചാൽ അതിൻ്റെ ഇൻസുലേഷൻ വളരെ പെട്ടെന്ന് നാശമാകും. ചെറിയ തോതിൽ പോലും സർക്യൂട്ടിലൂടെ കറണ്ട് അധികം ഒഴുകിയാൽ അതിൻ്റെ ഇൻസുലേഷൻ ഭാഗികമായി ഉരുകും. പിന്നെ ഏത് നിമിഷവും ഒരു ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ സ്പാർക്കിങ്ങോ ഉണ്ടാകാം. അതൊരു തീപിടുത്തത്തിന് തന്നെ കാരണമാകും.
മുന്നറിയിപ്പുകൾ അവഗണിക്കരുത്. കെട്ടിടത്തിൽ ഷോർട്ട് സർക്യൂട്ടുകൾ ഉണ്ടാവുന്നതിന് മുമ്പ് പല വിധത്തിലുള്ള മുന്നറിയിപ്പുകൾ അല്ലെങ്കിൽ ഒരു തീപിടുത്തത്തിലേക്ക് നയിക്കപ്പെടുന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ആ ലക്ഷണങ്ങളെ അവഗണിക്കാതിരിക്കുക. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടായാൽ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ച് കാണിക്കുക. ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ തീർച്ചയായിട്ടും അതിലൂടെ സാധിക്കും. MCBകൾ ഇടയ്ക്കിടെ ട്രിപ്പ് ആവുക, ലൈറ്റുകളെല്ലാം മിന്നി മിന്നി കത്തുക, വൈദ്യുതി സോക്കറ്റുകളുടെ വെള്ള നിറം മാറുക, കരിഞ്ഞ പ്രതീതി ഉണ്ടാവുക, സ്വിച്ചുകളും സോക്കറ്റുകളും ചൂടാവുക, സ്വിച്ചുകളിൽ നിന്നും മറ്റും ചെറിയ ഷോക്കുകൾ കിട്ടുക, സ്വിച്ചുകളും സോക്കറ്റുകളും മറ്റും കരിഞ്ഞു പോവുക, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ വരാനിരിക്കുന്ന ഒരു ഷോർട്ട് സർക്യൂട്ട് തീപിടുത്തത്തിൻ്റെ മുന്നോടിയായിരിക്കാം, ഒരു മുന്നറിയിപ്പായിരിക്കാം. അവഗണിക്കരുത്. വലിയ അപകടങ്ങളിലേക്ക് പോവാതിരിക്കാൻ ഇത് മനസ്സിലാക്കി, മുന്നിലുള്ള അപകടം മനസ്സിലാക്കി ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ വേണ്ട നടപടികൾ സ്വീകരിക്കുക. ഒരു തീപിടുത്തത്തിൽ നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ ശേഷം ഷോർട്ട് സർക്യൂട്ടിന് മേൽ പഴിചാരിയിട്ട് കാര്യമില്ല. അത് വരാതിരിക്കാൻ സൂക്ഷിക്കുക എന്നത് തന്നെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടുന്ന നടപടി. അതിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ, കാരണങ്ങൾ കണ്ടെത്തി അത് ഒഴിവാക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കുക. എന്തായാലും ഇത്രയും കാര്യം ഷോർട്ട് സർക്യൂട്ടിനെ പറ്റി പറയേണ്ടി വന്നത്, ഇടുക്കിയിലെ ആ ഒരു അപകടം ഉണ്ടായത് ഷോർട്ട് സർക്യൂട്ട് കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. അതുകൊണ്ടാണ് ഷോർട്ട് സർക്യൂട്ടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചത്.